فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تحزني في ضيفي أليس منكم رجل رشيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തിടന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രപഞ്ചനാഥനായ സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷ്മതയോടെ ജീവിച്ച് തത്വമുള്ളവരായി ജീവിച്ച് ആഖിബത്ത് നന്നായി അവസാനം ഈമാനിട്ട് മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഏതാനും വെള്ളിയാഴ്ചകളായിട്ട് 4-5 വെള്ളിയാഴ്ച ആയിട്ടുണ്ടാവും ലോകാവസാനത്തിൻ്റെ അശ്റാത്ത് സാഅത്തി സുഗ്റ ചെറിയ അടയാളങ്ങളാണ് കേട്ടോ. ഇന്നതിൻ്റെ കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞതിൻ്റെ അവസാനം ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലാ തഖൂമു സാഅത്തു ഹത്താ യതഖാലിബുൽ അസ്വാഖ്. കഴിഞ്ഞ ആഴ്ച അവസാനം ജൂതന്മാരോടുള്ള യുദ്ധമായിരിക്കും, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജൂതന്മാരോടുള്ള യുദ്ധം മുസ്ലിങ്ങൾ ചെയ്തിട്ട് ജൂതന്മാർ ഒളിച്ചോടും, പാറകളുടെയും മരത്തിൻ്റെയും പിന്നിൽ പോയി ഒളിച്ചിരിക്കും. അപ്പം ആ മരം വിളിച്ചു പറയും, യാ മുസ്ലിം ഫീ വറായി യഹൂദ് വഖ്തുലുഹു. ഇല്ലല്ലോ അർക്കത് എന്ന് പറയുന്ന ഒരു മരം ഒഴുകി. നിങ്ങളെ ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. ഒരു മുന്നറിയിപ്പ് പരിശോധന എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ കുറേ കാലം അധ്യാപകനായതുകൊണ്ട് നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് കുട്ടികളെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരിക എന്നതുപോലെ ചോദിച്ചു മാത്രം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്വാക്ക്. അതായത് അസ്വാക്ക് എന്ന് പറഞ്ഞാൽ സൂക്കിന്റെ ബഹുജന അസ്വാക്ക്, അങ്ങാടികൾ എന്ന് പറയും. ചന്തകൾ, അങ്ങാടികളൊക്കെ ടൗണുകൾ എന്നൊക്കെ തന്നെ പറയാം. അടുത്ത് ഉണ്ടാവുക. നമ്മളൊക്കെ കുട്ടിക്കാലത്ത്
ഇപ്പൊ ഞാൻ ഫറൂഖ് റൗളത്തുൽ ഉലൂമിൽ പഠിക്കുന്ന 975 കാലഘട്ടങ്ങളിലാണ്. കുത്തുബയിൽ നിങ്ങളെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അന്ന് ഞാൻ അവനല്ലൂരിന്ന് ഫറൂഖിലേക്ക് ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് കുണ്ടോട്ടി ഈ ഭാഗത്തൊക്കെ പാലങ്ങളും കാടുകളും ആയിട്ട് കിടക്കുക. ഇന്നിപ്പോൾ ബസ് സ്റ്റാൻഡും ടൗണൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഭാഗം റോഡുണ്ടെങ്കിൽ ഇവിടെ ടൗണ്. അങ്ങനെ ടൗണ് അങ്ങാടികൾ അടുത്തടുത്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്ന് ഇപ്പൊ ഈ കുണ്ടോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്രയോ അങ്ങാടികൾ, എവിടെയും അങ്ങാടികളാണ്. പണ്ടൊക്കെ വിലപ്പെട്ട സാധനങ്ങൾ വസ്തുക്കളൊക്കെ ഞങ്ങളൊക്കെ സംബന്ധിച്ചും കിട്ടണമെങ്കിൽ കുറച്ച് മേജറായ ടൗണിലേക്ക് പോകണം. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എല്ലാ ഭാഗത്തും അങ്ങാടിയാണ്. അസ്വാഖ് യതകാറബുൽ അസ്വാഖ്. അപ്പോൾ ഈ അസ്വാഖ് പറയുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ അസ്വാഖ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഹദീസ് പറഞ്ഞുതരാം. അതായത് ഫി ജന്നത്തിൽ അസ്വാഖ്, അങ്ങനെ ഒരു അധ്യായമുണ്ട് ഹദീസിലൊക്കെ, ബുഖാരി മുസ്ലിം. സ്വർഗത്തില് ചന്തകളുണ്ട്, സ്വർഗത്തിൽ ചന്ത ഉണ്ട്. നമ്മളിപ്പോ ചന്തക്ക് പോകുന്നത് എന്തിനാണ്? പണ്ടുകാലത്തെ ചന്തകളൊക്കെ ഒരാഴ്ചയിൽ ഒരു ഭാഗത്ത് ആഴ്ച ചന്തകൾ ഉണ്ടാവും. ആ ആഴ്ച ചന്തകളിലേക്ക് നാനാ ദിക്കുകളിൽ നിന്നും നടന്നിട്ടും കാൽനടയായിട്ടും വാഹനത്തിലൊക്കെ ആയി നടന്നു വന്ന് ഒരാഴ്ചക്ക് അത്യാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്ന രീതി, അതിനാണ് ചന്ത എന്ന് പറയുക. ആഴ്ച ചന്ത ഞങ്ങളുടെ നാട്ടിൽ വ്യാഴാഴ്ചയായിരുന്നു. അത് നിർത്തൽ ചെയ്തിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് വേറൊരു ഭാഗത്ത് തട്ടിക്കൂടി ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഉദാഹരണ സഹിതം പറയുന്നു എന്ന് മാത്രം. അതിനാണ് ചന്തകൾ എന്ന് പറയുക. ഈ ചന്തകളൊക്കെ അടുത്തടുത്ത് വരിക. അപ്പൊ സ്വർഗത്തിലെ ചന്തയുടെ പ്രത്യേകത എന്താണ്? സ്വർഗത്തിലെ ചന്ത വെള്ളിയാഴ്ചയാണ്. യോമുൽ ജുമാ സൂഖുൽ ജന്നത്ത്. സ്വർഗത്തിലൊരു ചന്ത ഉണ്ട് കേട്ടോ, അത് പഠിച്ചു വെച്ചോളൂ. ഹദീസൊക്കെ ഉള്ള അത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച പള്ളിക്ക് പോകണം നമുക്ക് ഈ ലോകത്ത്. സ്വർഗത്തിൽ ചെന്നാവൊന്നും വേണ്ട. വെള്ളിയാഴ്ച ദിവസം എല്ലാവരും ചന്തയിലേക്ക് പോകും, ആണുങ്ങൾ മാത്രം. നമ്മളൊക്കെ പള്ളിക്ക് വരുന്ന മാതിരി അല്ലെങ്കിൽ ഇവിടെ ചന്തക്ക് പോകണ മാതിരി അവിടെയും വെള്ളിയാഴ്ച എല്ലാവരും ചന്തയിലേക്ക് പോകും. എന്തിനാ പോകുന്നാരോ? ചന്തയിലേക്ക് പോകുന്ന എന്തിനാരോ? നമ്മള് ഈ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പൊ സംഗമങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ കൂടെ പഠിച്ചവരെയും പഴയ അയൽവാസികളെയും കൂട്ടുകാരൊക്കെ കാണാം. ഈ ഒന്നുമില്ല, തൻ്റെ സന്തോഷമായി എന്നതുപോലെ സ്വർഗവാസികളൊക്കെ പല ഭാഗങ്ങളിലും സ്വർഗമാകുന്ന അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ നിരവധി നിഅമത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിൽ നമ്മളൊക്കെ അങ്ങനെ ആശ്വാസം കൊണ്ട് സന്തോഷിച്ച് ജീവിക്കുകയാണ്. അള്ളാഹു അതിന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ആ സ്വർഗത്തിൽ വെള്ളിയാഴ്ച വന്നാൽ എല്ലാവർക്കും ചന്തക്ക് പോവാ. എല്ലാ ആണുങ്ങൾക്കും, പെണ്ണുങ്ങൾക്കില്ല കേട്ടോ, എല്ലാ ആണുങ്ങളും ചന്തക്ക് പോകും. അങ്ങനെ ചന്തിക്കിലൊക്കെ നടക്കാതെ സാധനങ്ങളൊന്നും വാങ്ങൊന്നും വേണ്ട. ചന്തിക്കിൽ ഇങ്ങനെ കണ്ട് എന്തൊക്കെ വർത്താനൊക്കെ നമ്മളെ സുഹൃത്താണല്ലോ. അപ്പൊ സ്വർഗത്തിൽ ആരൊക്കെ ഉള്ളത് വെച്ചാൽ നമ്മൾക്കൊക്കെ ഒന്ന് കണ്ടുമുട്ടാൻ ഒരു വേദി അള്ളാഹുത്തല ഒരുക്കിയിരിക്കുകയാണ്. ആ ചന്തി ചെല്ലുമ്പോൾ അങ്ങനെ എല്ലാവരും കണ്ടുമുട്ടി സംസാരിക്കുന്ന സമയത്ത് ഒരു പൊടിക്കാറ്റടിക്കുന്നതാണ്. പൊടിക്കാറ്റ് വലതു ഭാഗത്തേക്ക് ഒരു പൊടിക്കാറ്റടിക്കുന്ന, ഇവിടെ ഉണ്ടല്ലോ പൊടിക്കാറ്റ്. ഇവിടുത്തെ പൊടിക്കാറ്റ് അടിച്ചാൽ നമുക്ക് കണ്ണ് കാണൂല, ആ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ പൊടിക്കാറ്റ് ഒരു പൊടി ഇങ്ങോട്ട് വന്നിട്ട് ദേഹത്തേക്കിടൊക്കെ അങ്ങോട്ട് വീഴും. മനുഷ്യന്മാര് എല്ലാവരും ദേഹത്തേക്കിട ആ പൊടിക്കാറ്റ് ഇങ്ങോട്ട് വന്ന് വീഴുമ്പോൾ ഒരു സുഖമാണ്. നമുക്ക് പൊടിക്കാറ്റ് ഇവിടെ അടിച്ചാൽ കണ്ണ് കാണൂല, വിഷമമാണ്. ആ പൊടിക്കാറ്റ് അടി ഹദീസിൽ വ്യക്തമായി പറയുന്ന അങ്ങനെ തന്നെയാണ്. ആ പൊടിക്കാറ്റ് വളരെ ഭാഗത്തേക്ക് വരും ഇങ്ങനെ വന്നിട്ട് അപ്പൊ എല്ലാവരും മുഖമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിലേ ഭംഗി ഉണ്ടാവും. അതിലും സുന്ദരന്മാരായ ഒരു കൂട്ടം ജനങ്ങളാവും സ്വർഗത്തിലെ ചന്തിപ്പോയാല് പൊടിക്കാറ്റടിച്ചിട്ട്. അങ്ങനെ അവർ ഇപ്പൊ എന്തൊക്കെ ഒരു മാറ്റം വന്നു. എല്ലാവരും സന്തോഷപരമായിട്ട് സന്തോഷഭരിതരായും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. നമ്മൾ അഹ്ലിയായത്തേക്ക് ചെല്ലുകയാണ്. അവർ ചന്തക്ക് പോന്നിട്ടില്ല. നമ്മൾ ചന്ത കഴിഞ്ഞ് വന്നു, സാധനമൊന്നും വാങ്ങണ്ട. ചെന്ന് വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യമാര് നമ്മളെ സ്വീകരിക്കുമ്പോ എന്താ നിങ്ങളെ മുഖത്ത് ഇവിടുന്ന് പോകുന്ന മാർഗമല്ലല്ലോ, വളരെ സുന്ദരന്മാരായിക്കണോ നിങ്ങൾ ഇവിടുന്ന് പോണിലും കുറച്ചുകൂടി ഭംഗി കൂടിയിരിക്കണല്ലോ. അപ്പൊ അവര് പറയും ഇങ്ങനെ ആ ചന്തി ചെന്നിട്ട് ഒരു കാറ്റടിച്ചു. കിട്ടിയാലൊന്നും അല്ല കേട്ടോ, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത കഥയാണ്. സൂഖുൽ ജന്ന, സ്വർഗത്തിലെ ചന്ത. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഭംഗി ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും അത്തരത്തിലുള്ള ഭംഗി ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളെ പുരുഷന്മാർ ഭർത്താക്കന്മാർ അവരുടെ ഇണകളോട് പറയും. ഇതാണ് സ്വർഗത്തിലെ ചന്ത. നമ്മൾ ഇവിടെ ഈ ചന്ത എന്ന് പറയുന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഒരുപാടായിട്ട് നമ്മൾ കേൾക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ്
അങ്ങാടികളൊക്കെ അടുത്തടുത്ത്. ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ ഈ കുന്നുംപുറത്തുള്ള ആൾക്കാരൊക്കെ മേജറായിട്ടുള്ള വസ്തുക്കളൊക്കെ ചിലപ്പോൾ കുണ്ടോട്ട് അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ഇന്ന് അതുമല്ല, നമ്മൾ ഈ പള്ളിയുടെ അമ്മരത്താണ് അങ്ങാടിയാണ്. എനിക്ക് ഇവിടെ അതിൻ്റെ മുമ്പ് പരിചയമല്ല. എന്നാൽ അവിടെ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെയൊക്കെ പോയിട്ട് യാത്ര ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ചന്തകളൊക്കെ അടുത്തടുത്ത് വരിക. ഇപ്പൊ അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായാൽ, അതിന്റെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ബിസിനസ് ട്രിക്ക്, അതാണ് കച്ചവടം. അങ്ങാടികൾ ലിങ്ക് അടുത്തടുത്ത് വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നതാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സാധനത്തിന് വില ഇടിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും എത്തിക്കഴിയും. അതിന്റെ ക്ഷീണം എല്ലാവർക്കും ബാധിക്കും. അതാണ് ലിങ്ക്. പിന്നെയോ ഓൺലൈൻ ബിസിനസ്. നമുക്കത് ആലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. നമ്മൾ ചിന്തിച്ചത് അങ്ങനെ, നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് മൊബൈലിൽ ഗൂഗിൾ പേ ചെയ്ത് ഇന്ന സാധനം എൻ്റെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ്, മണിക്കൂർ, മിനിറ്റുകൾ കൊണ്ട് അത് വീട്ടിലെത്തി. ഇതൊക്കെ നബ്സലാസ്വലമാ തങ്ങൾ പണ്ട് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഉപകാരങ്ങൾ, ഒരുപാട് ഉപകാരങ്ങൾ, സൗകര്യങ്ങൾ കൂടുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില അർത്ഥങ്ങളുണ്ട്. സലാസ്വലമാ തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സാഅ, ലോകം അവസാനിക്കുകയില്ല, ഹത്താ യതഖാറബുൽ അസ്വാഖ്, സൂക്ക്, അടുത്തടുത്ത് ചന്തകളും അങ്ങാടികളും ബിസിനസിന്റെ ലിങ്കുകളും ഏതെല്ലാം ഭാഗത്തേക്കിടി എങ്ങനെയെല്ലാം ഉണ്ടോ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരും. അതിപ്പോ നമുക്ക് ഏതാണ്ട് കണ്ടു. രണ്ടാമത്തെ, പിന്നെ അടുത്ത് പഠിക്കാവുന്ന എന്താ അറിയോ, പിന്നെ പാട്ടുകാരികളും നർത്തകികളൊക്കെ അർദ്ധനഗ്നയായിട്ടും പൂർണ്ണനഗ്നരായിട്ടൊക്കെ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പാടുക, നൃത്തം വെക്കുക. അതും ഇന്ന് ഏറെക്കുറെയല്ല, പൂർണ്ണമായി തന്നെ ലോകത്ത് പല ഭാഗങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നർത്തകികൾ, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. നിസാഉൻ ചില പെണ്ണുങ്ങൾ, കാസിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, ആരിയാത്തുൻ എന്നാ നഗ്നരായിരിക്കും, മറക്കേണ്ട ഒന്നും മറച്ചിട്ടുണ്ടാവില്ല. അഥവാ മറച്ചാൽ തന്നെ ഇടുങ്ങിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഐറ്റും, അതായത് അവരത്ത് കാണണ്ടൊക്കെ പുറത്ത് കാണും. മായിലാത്തും മുമീലാത്തും, കൊഞ്ചിക്കൊഴഞ്ഞ് ആടി എങ്ങനെയെല്ലാം നടക്കാൻ പറ്റുമോ, പുരുഷന്മാരുടെ വികാരത്തെ ഉണർത്താൻ ഏതെല്ലാ രൂപത്തിൽ നടക്കുവോ അതൊക്കെ അങ്ങനത്തതായ നർത്തകികളും സംഗീത ഉപകരണങ്ങളും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമുണ്ടാവും. ഈ സ്ത്രീകളെ പറ്റി എന്താ പറഞ്ഞത്? ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് എത്തുകയില്ല. അവരെവിടെയാണോ നിൽക്കുന്നു അതിൻ്റെ ഒക്കെ അപ്പുറം വാസന ഉണ്ടാവും. പക്ഷെ ഇത്തരക്കാരൻ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിന്റെ വാസന ഉണ്ടാവില്ല. അതാണ് നർത്തകികൾ, അർദ്ധനഗ്നരും പൂർണ്ണനഗ്നരുമായിട്ടുള്ള ബെല്ലി ഡാൻസ്. ആ ബെല്ലി എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ് സൂംബ ഡാൻസ്. സ്കൂളിലേക്ക് സൂംബ ഡാൻസ് പഠിപ്പിക്കുക. അതിന് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്ന് അതിനുണ്ടായത്. അത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ഒരു അധ്യാപകനെ നമ്മൾ തൊട്ടടുത്ത നാട്ടുകാരൻ തന്നെ അത് അറിയുകയും ചെയ്യും, അപ്പോൾ സർവീസിലുണ്ട്, അവരെ സസ്പെൻഡ് ചെയ്തു, പിന്നെ അത് പിൻവലിച്ചു. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിട്ടുള്ള ഒരു ഡാൻസ്, നൃത്ത സംഗീതം, അതിന് ഒരു സംഗീതത്തിന് താളമെത്തിച്ചിട്ടാണ് ആ പരിപാടി ഉണ്ടായത്. ഇത്തരത്തിലുള്ള കോലാഹലങ്ങളൊക്കെ ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആണ്ട് പറഞ്ഞല്ലോ, പൂർവ്വന്മാർ കവറുമ കടന്ന് കരയെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ലോകം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അവർ രണ്ടെണ്ണായില്ലേ. മൂന്നാമതായിട്ട് എന്താണ്? മഴ അധികരിക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ കുറയുകയും ചെയ്യുക. 2 ലക്ഷത്തിനൊക്കെ വിറ്റ് അടക്കാത്തോട്ടങ്ങളൊക്കെ 1 ലക്ഷത്തിന്. മഴ ഉണ്ട്, വിലയുണ്ട്, പക്ഷേ എന്തില്ല, വില കുറവുണ്ട്. ഞാനൊരു കർഷകനാ, എനിക്ക് 5 അനുഭവം ഉണ്ട്. മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വില ഇല്ല. എല്ലാം നല്ല വില ഉണ്ടായിരുന്നു. നമ്മളെ കാര്യമായ ധാന്യങ്ങൾ, അടക്കയും തേങ്ങയും റബ്ബറും കുരുമുളകൊക്കെയാണല്ലോ. അതൊക്കെ എന്താണ്? കുറവാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്റാത്തു സാഅത്തി, ലോകാവസാനത്തിന് അടയാളങ്ങളിൽ പെട്ടതാണ്
പെട്ടെന്നുള്ള മരണങ്ങൾ, യുവാക്കളുടെയൊക്കെ പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കും. അതും നമ്മൾ ഇപ്പൊ ഏറെക്കുറെ കണ്ടു. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള മരണത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു കവി പാടി, വകമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ സഖീമിൻ നാസ ദഹ്റം മിലാ ദഹ്രി. വരാൻ പോകുന്ന ഒരു കാലത്തെ കുറിച്ച് പറയാം. എത്ര ചെറുപ്പക്കാരാണ് വകമ്മിൻ സഹീഹിൻ മാത, സഹീഹ് ആരോഗ്യവാന്മാർ ഒരു കാരണവുമില്ലാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥ വരും, ഒരു കാരണവുമില്ല. അതോടൊപ്പം തന്നെ കമ്മിൻ സഖീമിൻ ആസ, എത്ര രോഗികളാണ് ദഹ്റമിലാ ദഹ്രിൻ, രോഗത്തോട് മല്ലിട്ടിട്ട് കാലങ്ങളോളം കടക്കുന്ന എത്ര രോഗികളാണ് സഹോദരന്മാരെ സഹോദരിമാരെ. നമ്മുടെ ഈ അഹങ്കാരവും ഹുങ്കൊക്കെ പോണെങ്കിൽ മെഡിക്കൽ കോളേജിൽ വാടിക്ക് നടന്നു നോക്കി, അതല്ലെങ്കിൽ പെയിൻ പാലിയേറ്റീവിന്റെ വളണ്ടിയർ ആവുക. ഞാൻ അതിന്റെ വളണ്ടിയർ ഇടയ്ക്ക് കൊണ്ട് അവർക്ക് പോകാറുണ്ട്. നമ്മളെ ഹുങ്ക് പറയാന് കാലങ്ങളായിട്ട് 30 കൊല്ലം പോരാ. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ 87 റബ്ബർ വെട്ടുന്ന ഭാഗത്ത് കുഴഞ്ഞു വീണിട്ട് മെഡിക്കൽ കോളേജിൽ മാസങ്ങളോളം കടന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഈ കൊറോണ നടത്താൻ മരിച്ചു. എത്ര കൊല്ലം കടന്ന് 10-30 കൊല്ലം കടന്നു. അങ്ങനെ എത്ര രോഗികൾ എത്ര രോഗികളാണ് കാലങ്ങളോളം കടക്കുന്നത്. എത്ര യുവാക്കൾ ചെറുപ്പക്കാർ സെക്കൻഡ് വെച്ച് മരിച്ചു വീഴുന്ന രംഗം നമ്മൾ കാണുന്നു. രാവിലെ ആവട്ടെ വൈകുന്നേരമാവട്ടെ യുവാക്കളൊക്കെ വളരെ ആരോഗ്യവാന്മാരായി അങ്ങനെ നടക്കുന്ന എത്ര രംഗങ്ങൾ കാണുന്നു. അവർ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, ചിന്തിക്കാൻ ഒഴിവില്ല. തൊട്ടടുത്തുള്ള ജൗളിക്കടയിൽ പറയാറുണ്ട്, അവിടെ എന്നെയും നിങ്ങളെയും എല്ലാവരെയും കഫൻ ചെയ്യുവാനുള്ള കഫൻ വസ്ത്രം വന്ന് കിടക്കുന്നുണ്ട്. അപ്പോഴാപ്പൊ ദിക്കാർത്തിക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പൊ കഫൻ തുണി നോക്കി പറ, നടക്കതാ അല്ല പൊതിയാ അവനെ കഫൻ ചെയ്യുവാനുള്ള വസ്ത്രം അവിടെ എത്തിയിട്ടുണ്ട്. വൗവലായെതിരി അവൻ അതറിയുന്നില്ല. അള്ളാഹു നമ്മളെ മക്കൾക്കും നമ്മൾക്കും ഒക്കെ ആഫിയത്തോട് ദീർഘായുസ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തരത്തിലുള്ള മരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അപ്പൊ 2 ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് അറിവ് ഉയർത്തപ്പെടുക. അറിവില്ലാത്ത ആൾക്കാർ കൂടുകയും അതോടൊപ്പം തന്നെ അറിവില്ലാത്തവർ കൂടുകയും അറിവുള്ളവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അത് ഏറെക്കുറെ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അറിവെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ ഇവിടെ കുത്തുബ അറിയുന്നുണ്ട്, ഞാൻ ഇപ്പത്തെ വലിയ അറിവുള്ള ആളാണ്. അറിവ് എന്ന് പറഞ്ഞ എന്താണ്? ആലിമു ഖുറൈശിൻ യംലഉ തിബാത്തൽ അർളി ഇൽമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ്. ആരെ കുറിച്ചാ പറഞ്ഞ? ആലിമു ഖുറൈശിന, ഖുറൈശി ഗോത്രത്തിൽ നിന്ന് ഒരു പണ്ഡിതൻ എന്റെ കാലശേഷം ഇവിടെ വരും. യംലഉ തിബാത്തൽ അർളി ഇൽമൻ, ഈ ഭൂമിയുടെ ഉപരിതലം മുഴുവനും തന്നെ വിജ്ഞാനം കൊണ്ട് നിറക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരു കുത്തു പറയുന്നു കൊണ്ടോ ഒന്നല്ല, അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ. അൽ ഉലമാഉ വറസത്തുൽ അംബിയായി, പ്രവാചകന്മാരിൽ നിന്ന് അനന്തരാവകാശം എടുത്തത് പണ്ഡിതന്മാരാണ്. മാതാപിതാക്കളുടെ അല്ലെ വാപ്പാന്റെ സ്വത്തിന്റെ അവകാശം അനന്തരാവകാശി മക്കളല്ലേ എന്നതുപോലെ പണ്ഡിതന്മാരുടെ അറിവ് പ്രവാചകന്മാരിൽ നിന്ന് അനന്തരാവകാശം എടുക്കുന്നത് പണ്ഡിതന്മാരാണ്. അവർക്കാണ് ഇൽമുള്ളത്. ആ ഇൽമ് ഒരു പണ്ഡിതൻ നിയോഗമായാൽ അതിന് പകരം മറ്റൊരു പണ്ഡിതന് വിയോഗമായാൽ നിയോഗമാവും. അക്കാലത്ത് അങ്ങനെയായിരുന്നു. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ പണ്ട്
ഭയങ്കര പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു പണ്ഡിതൻ പോയാൽ അത് നികത്താൻ, അന്നൊക്കെ ഒരു പണ്ഡിതൻ വഫാത്തായാൽ ആ പണ്ഡിതന്റെ അനുസ്മരണ യോഗത്തിൽ പ്രസംഗിക്കും, നികത്താനാവാത്ത വിടവാണെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ നികത്താൻ ചിലപ്പോൾ വരാം. ഇന്ന് തീർച്ചയായിട്ടും എന്താണ്, അത്തരത്തിലുള്ള പണ്ഡിതന്മാർ വിട്ടുപോയാൽ അത് നികത്തണമെങ്കിൽ വലിയ പ്രയാസമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ദീനിന്റെ ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത് അറിവാണ്. അപ്പൊ അറിവില്ലാത്തവൻ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അറിവില്ലാത്തവൻ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അത്തരത്തിലേക്കുള്ള അവസ്ഥ വരും. അതാണ് പണ്ഡിതന്മാരെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ, വിജ്ഞാനത്തെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മരിച്ചു വഫാത്തായി പോവുക, അതിന് പകരം വെക്കാൻ ആളില്ലാതിരിക്കുക. ഇപ്പൊ അടുത്ത് മരിച്ചില്ല, വഫാത്തായി. ആരാ മരിച്ചത്? അഷെയ്ഖ് അബ്ദുൽ അസീസ്, ഗ്രാൻഡ് മുഫ്തിയാണ്. അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഒരു ഉടമയാണ്. അദ്ദേഹം വഫാത്തായി പോയി. അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് വെക്കാൻ മറ്റൊരാളെ ഉണ്ടാവുകയില്ല. അങ്ങനെ പണ്ഡിതന്മാരുടെ അഭാവം വരിക, വിജ്ഞാനം പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാവർക്കും നിർബന്ധമാണ്. വിജ്ഞാനം പഠിക്കാൻ പ്രത്യേക കാലമില്ല. ഉതുലുബുൽ ഇൽമ, വിജ്ഞാനം നിങ്ങൾ പഠിക്കണം. മിനൽ മഹ്ദി ഇലൽ ലഹദ്, മഹദ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽ എന്നാണ് അർത്ഥം. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബറാണ് അർത്ഥം. ജനനം മുതൽ എന്ത് വേണം? മരണം വരെ വിജ്ഞാനം പഠിക്കണം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ പണ്ഡിതന്മാരാണ് നമുക്ക്. ആ പണ്ഡിതന്മാരുടെ അഭാവം വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുള്ള ഇൽമുള്ള ആൾക്കാരൊക്കെ ഇല്ല, അത്തരത്തിലുള്ള ഇൽമുള്ളവർ വളരെ കുറവാണ്. കുൻ ആലിമൻ, ഇനിയൊരു പണ്ഡിതനാവണം. ഇസ്ലാം തങ്ങൾ പറയണം. അവ മുതഅല്ലിമൻ, അല്ലെങ്കിൽ അറിവ് പഠിക്കുന്നവനാവണം. 4 കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് നമ്മളാവണം. ലോകാവസാനത്തെ അടയാളങ്ങളായി നടക്കരുത്. കുൻ ആലിമൻ, ഇനിയൊരു പണ്ഡിതനാവുക. അവ മുതഅല്ലിമൻ, വിജ്ഞാനം പഠിക്കുന്നവനാവുക. അവ മുസ്തമിയൻ, അല്ലെങ്കിൽ ഇൽമു കേൾക്കുന്നവനാവുക. അവ മുഹിബ്ബൻ, അല്ലെങ്കിൽ പണ്ഡിതന്മാരെയും പണ്ഡിത സദസ്സുകളെയും പണ്ഡിത വിവരം പഠിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളെയും ഇഷ്ടപ്പെടുന്നവനാവുക. വലാ തകൂനു ഖാമിസ, 5ാമത്തെ ആൾ നീ ആവരുത്, നമ്മൾ ആവരുത്. അപ്പോ മനസ്സിലായില്ലേ? അപ്പൊ വിജ്ഞാനം പഠിക്കാൻ പ്രത്യേക സമയമൊന്നും ചത്തി വയസ്സായാലൊന്നും പറയണ്ടേ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉത്തുലുബുൽ ഇൽമ മിനൽ മഹദി ഇലൽ ലഹദ്. മഹദ് എന്ന തൊട്ടില്, ലഹദ് എന്ന കട്ടില്. കുട്ടിയെ മട തൊട്ടില്, മടിത്തട്ടെന്ന കുട്ടികളെ ആട്ട തൊട്ടിലൊക്കെ പറയാം. അപ്പോൾ ജനനം മുതൽ മരണം വരെ പഠിക്കണം. അങ്ങനെ പാണ്ഡിത്യത്തിന്റെ പണ്ഡിതന്മാരുടെ അഭാവമുണ്ടായാൽ എന്തുണ്ടാവും? അത് ലോകത്തിന്റെ അവസാനമാണ്. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ്. അവരുടെ അഭാവം വന്നാൽ അത് നികത്താൻ മറ്റൊരു യുവ തലമുറ അവിടെ വരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാക്കിൻ യബിദുൽ ഇൽമ യഖ്ബിദുൽ ഉലമാ, ഇൽമു ഉയർത്തുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വഫാത്താവുക. മൗത്തുൽ ആലിമി, അല്ലെങ്കിൽ വഫാത്തുൽ ആലിമി, വഫാത്തുൽ ആലമീന. ഒരു പണ്ഡിതന്റെ മരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മരണമാണ്, ലോകത്തിന്റെ തന്നെ മരണമാണ്. അപ്പോ അറിവ് ഉണ്ടായിരിക്കണം. ഒരു മനുഷ്യൻ, ഒരു ജഡം ഈ ലോകത്ത് മരിച്ച ഒരു ജീവരാത്രി ജഡം ഇവിടെ വെച്ചാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയുള്ളൂ. എന്തുകൊണ്ട്? അതുപോലെയാണ് അറിവില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവൻ. നമ്മൾ ആ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ഖുർആൻ പോലും ഓതാൻ അറിയാത്ത ആൾക്കാരുണ്ട്, നിസ്കാരത്തിന്റെ ദിക്റുകൾ ചെല്ലാൻ അറിയാത്ത ആൾക്കാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവർക്കത് ഇൽമു പഠിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും, പഠിപ്പിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും, ഖുർആൻ ക്ലാസ്സും ലേണിംഗ് ക്ലാസ്സൊക്കെ ഉണ്ടായിട്ട് പോലും അത് ശ്രദ്ധയില്ലാതെ ഓവാൽത്തുമ്മി അവിടെ ഇവിടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചും തട്ടി കളിച്ച് നടക്കുക. പള്ളിയിൽ വാങ്ങി കേൾക്കുമ്പോൾ പിന്നെ പോയി നിസ്കരിക്കും. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ അവിടെ ഒരു വയോജന ഖുർആൻ ക്ലാസ്സിലേക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വരും മഗ്‌രിബിന്റെ ശേഷം ഒക്കെ പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ അറിവ് പഠിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലം യബ്ഖൽ ആലിം
ആലിമ് ഉണ്ടാവൂല, ആലിമ്യങ്ങളെ കുറവ് വരും. എന്നിട്ടോ ഇത്തഹദന്നാസു റൂസൻ ജുഹാലൻ, എന്നിട്ട് അവരെ ഇമാമിങ്ങളെയും ഖത്തീബന്മാരെയും നേതാക്കന്മാരൊക്കെ ജുഹാൽ, അറിവില്ലാത്ത ആരെയും പിടിച്ചിട്ട് ആക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പന്തലിർസ. എന്നിട്ടോ ഫസ്അലു, ജനങ്ങൾ അവരെ സമീപിക്കും. എന്തിന്? മസാല ചോദിക്കാനേ, അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ. ഫസ്അലു ഫഅഫ്സു, അവർ ഫത്വ കൊടുക്കും. ഇൽമിൻ, ഒരു വിവരം ഒഴുക്കുണ്ടാവില്ല. ആ ഒരു വിവരമില്ലാത്ത പോലാണ് ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് ചോദിക്കുന്നത്. അതിനമായിട്ട് ഫത്വ കൊടുക്കും. ആ ഫത്വ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർ വഴിവിളക്കുകയും മറ്റുള്ളവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആലിമ്യങ്ങളുടെ അഭാവം ഉണ്ടായാൽ ലോക അവസാനത്തിന്റെ അടയാളമായിരിക്കും. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഗസാലി ഇമാം ഹിജറ 5-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. ഷാഫി ഇമാം ഹിജറ 150 ജനിച്ചത്, 205 വഫാത്തായി. അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. 7 വയസ്സായപ്പോഴേക്കും ഖുർആൻ മനഃപ്പാടമാക്കിയ മഹാൻ, ലക്ഷക്കണക്കിൽ ഹദീസ് ക്രോഡീകരിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഈ സമുദായത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. റിസാലത്ത് സാഫിയൊക്കെ അതിൽപ്പെട്ടതാണ്. 10-200 ഗ്രന്ഥങ്ങൾ. അതേപോലത്തെ മറ്റൊരു പണ്ഡിതനാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. അതുപോലത്തെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിർത്താം. ഒന്നാമത്തെ ആരാണ് അറിവുള്ളവൻ? ഇങ്ങനത്തെ ഒരു അറിവുള്ളവനായിരിക്കണം. ഞാൻ പറഞ്ഞ ഷാഫി ഇമാമിനെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ച്, ആ ഹദീസ് ഷാഫി ഇമാമിനെ കുറിച്ചാണെന്ന് പല പണ്ഡിതന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. ലോകാവസാനം ആലിമ് ഖുറൈഷിൽ നിന്നൊരു പണ്ഡിതൻ, അത് ഷാഫി ഇമാമ് മക്കക്കാരനായിരുന്നു. തന്റെ താഴത്തെ വലിപ്പം കൊണ്ട് വാപ്പയും ഉമ്മയും ഗസയിലേക്ക് പോയി. ഫലസ്തീനിലെ ഗസയില് അവിടെ പോയി. അവിടെയാണ് ഷാഫി ഇമാമ് ജനിച്ചത്. പിന്നെ ഉമ്മയും ബാപ്പയും തിരിച്ച് മക്കയിലേക്ക് തന്നെ വന്നു. അതാണ് ആലിമ് ഖുറൈഷി പണ്ഡിതൻ എന്ന് പറഞ്ഞ, ഖുറൈഷിയാണ് തറവാട്. ആ പണ്ഡിതൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു, മക്കയിൽ വന്നു. മാലിക് ഇമാമിന്റെ ശിഷ്യത്വം നേടി. അതിന് ഒരുപാട് ഇമാമിങ്ങൾ. മാലിക് ഇമാമായി ആരായിരുന്നു? മദീന പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ആളായിരുന്നു. ആദ്യത്തെ മദ്ഹബിന്റെ ആള്. അൽ മുഅത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം രചിച്ച ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം. ആ മാലിക് ഇമാം ശിഷ്യത്വം നേടി. അങ്ങനെ ഒരുപാട് പാണ്ഡിത്യം, കുറെ അറിവുകളൊക്കെ നേടി. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇൽമിന്റെ ഇതിൽ പഠിക്കാം. അങ്ങനെ ഫലസ്തീനിൽ പോയി വഫാത്തായി. അവിടെ ഉണ്ട്, ഗസയിലുണ്ട് അദ്ദേഹത്തിന്റെ ഖബറ്, മക്ബറ. ഞങ്ങളുടെ യാത്രയിൽ അവിടെ പോയി സലാം പറയുകയുണ്ടായി. അള്ളാഹു പോകാത്തവർക്കും എല്ലാവർക്കും അവിടെ പോകാനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഗസാലി ഇമാം എന്താ പറഞ്ഞത്? 4 കാര്യം പറഞ്ഞു നിർത്തിയാണ് കേട്ടോ. ഇന്നഹു എതിരി വഹുവ എതിരി, പണ്ഡിതനെ കുറിച്ച് പറയാണ്. ഇന്നഹു അവൻ, എതിരി അവൻ അറിവുള്ളവരാണ്, വഹുവ എതിരി അറിവുണ്ട് എന്നുള്ള അറിവ് അവനുണ്ട്. അറിവുണ്ടെന്നുള്ള അറിവ് അവനുണ്ട്. രണ്ടാമത്തത് ഇന്നഹു എതിരി, ഒരുത്തൻ അറിവുള്ളവനാണ്, വഹുവ എതിരി അവൻ അറിവുണ്ട് എന്നുള്ള അറിവ് അവനില്ല. അവനെ ഉണർത്തിയാൽ നമുക്ക് ഉപകാരം കിട്ടും. മറ്റൊരു അറിവുണ്ടെങ്കിൽ അറിവുണ്ട്. മൂന്നാമത്തവൻ ആരാണ്? ഇന്നഹു ലാ എതിരി, അവന് അറിവില്ല. പക്ഷെ വഹുവ എതിരി, അവന് അറിവില്ല എന്നുള്ള അറിവ് അവനുണ്ട്. അവൻ കുഴപ്പം സൃഷ്ടിക്കൂല. അറിവില്ല എന്നുള്ള അറിവുണ്ടെങ്കിൽ തന്നെ അവന് അറിവുണ്ടായി. അപ്പോൾ അവന് പഠിക്കാനൊക്കെ ഉണ്ടാവും, ത്വരുണ്ടാവും. അപ്പൊ മൂന്നാമത്തെ ആള് അറിവില്ല എന്നുള്ള അറിവ് അവനുണ്ട്. ഒന്നാമത്തെ ആള് അറിവുണ്ട് എന്നുള്ള അറിവ് അവനുണ്ട്. രണ്ടാമത്തെ ആൾക്ക് അറിവുണ്ട്, പക്ഷെ അറിവുണ്ട് എന്നുള്ള അറിവ് അവനില്ല. നാലാമത്തെ ആൾ ആരാണ്? ഇന്നഹു ലാ എതിരി വഹുവ ലാ എതിരി, അവനൊരു അറിവുമില്ല, അവൻ അറിവില്ല എന്നുള്ള അറിവും അവനില്ല. നാലാമൻ ഓർപ്പെട്ടു ജാഹില ലെവലില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല, അവൻ അപകടകാരിയാണ്. അപ്പോൾ ഞാൻ നിർത്തിയാണ്. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത്: ചന്തകൾ അടുത്ത് വരിക, പാട്ടുകാരികളും നർത്തകരും ഉണ്ടാവുക, അറിവിനെ അള്ളാഹു തആല ഉയർത്തപ്പെടുക, അറിവുള്ള പണ്ഡിതന്മാരുടെ അഭാവം ഉണ്ടാവുക. ആ അറിവിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. ഇതാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷ്മമുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒളുവിൻ്റെ സുന്നത്തുകളാണ് പഠിച്ചത്. അവസാനമായി നമ്മൾ പഠിച്ച താടി കഴുകുക, അതുപോലെ വിരലുകളൊക്കെ സൂക്ഷിച്ചു കഴുകുക. ഇനിയല്ല ഹാദൽ ഒളു എല്ലാ 3 തവണ ചെയ്യൽ സുന്നത്താണ്. 3 തവണ ചെയ്യൽ സുന്നത്താണ്. ആ 3 തവണ ചെയ്യുന്നത് നമ്മളെ വകയായിട്ടൊന്നും കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. അപ്പൊ വിദ്യാർത്ഥി മാറും. അവയവങ്ങളൊക്കെ അതൊക്കെ ശരിക്കും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ. ഇനി വലത്തതിനെ മുന്തിക്കുക. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും വിസ്തി കൊണ്ട് തുടങ്ങുകയും അത് വലത് കൈ കൊണ്ട് വലതേനെ മുന്തിക്കുകയും വേണം. അപ്പൊ ഒലുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഹിബ്ബുൽ യമാന മിൻ ഫി തനഉലിഹി വ തറജ്ജുലിഹി. തനഉൽ എന്ന ചെരിപ്പിടുക. ഒലുണ്ടാക്കുന്നതൊക്കെ വലത് ഭാഗത്ത് തന്നെ ആദ്യം. ചെരിപ്പിടുമ്പോൾ വലത് കാലിന്റെ ഇടണം. അതുപോലെ മുടി വാരുന്നതും വലത് ഭാഗത്തു നിന്നായിരിക്കലായിരിക്കും സുന്നത്ത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഒലു ചെയ്യുമ്പോൾ തല തടയൽ നമ്മൾ പഠിച്ചാണ്. ഈ തല തടയൽ തലയും ചെവിയും ഒരു തവണ ഒരേ സമയത്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ അതിൽ ചെവി തടവൽ സുന്നത്തും തല തടവൽ നിർബന്ധവുമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവന്നിട്ട് ഒലു ചെയ്യാൻ കാണിച്ചതിൽ കൈ രണ്ടും കൊടുത്ത് തലയും ചെവിയും ഒരുമിച്ച് തടയും. മറ്റുള്ളതൊക്കെ 3 തവണ ചെയ്യൽ സുന്നത്താണ്. പിന്നെ ഇന്ന ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി, ലോക അവസാനത്തിൽ പരലോകത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഉമ്മത്ത് വരും. മുഹജ്ജിലീന, ഞങ്ങൾക്ക് ഒരിക്കൽ പറഞ്ഞാണ്. മുഹജ്ജിലീന, ശരീരത്തിന്റെ ഒലുവിന്റെ അവയവങ്ങൾ മിന്നിത്തിളങ്ങിക്കൊണ്ട് നബിയോട് ചോദിച്ചു, ഞങ്ങളെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ? എൻ്റെ ഉമ്മത്ത് ഇസ്ബാഉൽ ഒലു, പൂർണ്ണമായി ഒലു എടുക്കുക. കയ്യും കാലൊക്കെ കയറ്റി കഴുകൽ സുന്നത്താണ്. മുട്ടുവര കഴുകിയാലും ഒലു ശരിയാവും, അത് ഫറളാണ്. ഇങ്ങോട്ട് കയറ്റി കഴുകൽ സുന്നത്താണ്. ആ കയറ്റി കഴുകുന്നവരുടെ ഭാഗങ്ങളൊക്കെ മഹ്ശറിൽ ചെല്ലുമ്പോൾ അങ്ങനെ ടോർച്ചടിച്ച് ലൈറ്റ് ഉണ്ടാകാൻ വരും, മിന്നിത്തിറങ്ങുന്ന ശോഭയുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും? അവരെ എനിക്ക് തിരിച്ചറിയുവാനുള്ള മാർഗം അങ്ങനെയാണ്. ഇതും ഒലുവിന്റെ സുന്നത്താണ്. എല്ലാ ഭാഗവും പിന്നെ കയറ്റി കഴുകുക. മറ്റൊന്ന് എന്താ വെച്ചാല് വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും വെള്ളം നമ്മൾ മിതമായി ഉപയോഗിക്കണം. അത് വെള്ളം ഇല്ലാത്ത ആൾക്കാർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. അതും സുന്നത്താണ്. ചരിത്രം അവസാനിപ്പിക്കാം. വെള്ളം ഇഷ്ടം പോലെ ഏത് കാര്യത്തിലും, ഭക്ഷണത്തിന്റെ കാര്യമാവട്ടെ, വസ്ത്രത്തിന്റെ കാര്യമാവട്ടെ, വീടിന്റെ കാര്യമാവട്ടെ, വാഹനങ്ങളുടെ കാര്യമാവട്ടെ, എന്ത് കാര്യത്തിനും അമിതമായി പാടില്ല. ഒക്കെ ആവശ്യത്തിനും ഒക്കെ ചെയ്യാം. ഒലുണ്ടാക്കുമ്പോൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർറബി സഅദിൻ, സഅദ് റളിയല്ലാഹു അൻഹു ഒലുണ്ടാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ നടത്തുപോയി. വഹുവ യതവല്ലഹു ഫഖാല മാ ഹാദ സിറാബ്, എന്തിനാ അങ്ങനെ വെള്ളം അധികം ഉപയോഗിക്കുന്നു സഅദ്? ഒലുണ്ടാക്കാൻ വിചാരിച്ചിട്ട് കൂടുതൽ വെള്ളം ഉപയോഗിക്കേ? അപ്പോൾ സഅദ് ചോദിച്ചു, എന്താ പറഞ്ഞത്? ഒലു ഉണ്ടാക്കുന്നതിലും അത് ഒരു ഇബാദത്തല്ലേ, അതിൽ ഇസ്റാഫ് ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാലനകം വൈൻ കുന്താല നഹരി ജാരിൻ, ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന്, ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നീ ഒലു എടുക്കുന്നതെങ്കിലും അപ്പോൾ എന്തേ പറ്റുള്ളൂ? മിതമായി മാത്രമേ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഇൻഷാ അല്ലാഹ് ഇതിന് രണ്ടിൻ്റെയും ബാക്കി അടുത്ത ഖുതുബയിൽ കേൾപ്പിക്കാം. നമ്മൾ ഇന്ന് മരിച്ചു പോകാൻ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു കുടുംബാദികളൊക്കെ ഭാരതീയ ലോകത്താണ്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. നമുക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച നമ്മുടെ മാതാപിതാക്കൾ, മറ്റു കുടുംബങ്ങളൊക്കെ ഭാരതീയ ലോകത്താണ്. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകുമാറാവട്ടെ. നമുക്കൊക്കെ തന്നെ അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ മക്കളെ തന്നെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മാറിയ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ.
ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം വാഹനങ്ങളിലാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും യാത്ര ചെയ്യുന്ന റബ്ബേ. യാതൊരു ആപത്തിലും ഞങ്ങളെ നീ പെടുത്തലേ തമ്പുരാനെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു ഇറങ്ങിപ്പോയതുപോലെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ എന്ത് വ്യാപാരമാട്ടെ എന്ത് പരിപാടിയാട്ടെ ചെയ്ത് സന്തോഷത്തോടെ ഞങ്ങളെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേ തമ്പുരാനെ. ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. കിഡ്നി രോഗത്തെ തൊട്ട് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കയ്യിൽ പ്രാർത്ഥന മാത്രമാണുള്ളത് റബ്ബേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാൻ. ഞങ്ങൾക്ക് ഉപജീവന മാർഗമായി നീ തുറന്നു കാണിച്ചു തന്നിട്ടുള്ള ആ പ്രവൃത്തിയിൽ എന്താണോ ഞങ്ങൾ ചെയ്യുന്നത്, ഹലാലായ ഏതെല്ലാം ബിസിനസ്സുകളും കച്ചവടങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾക്ക് അസൂയാലുക്കളും ശത്രുക്കളും പാര വെക്കുന്നവരുണ്ടെങ്കിൽ അവരെ പാരയിൽ നിന്ന് വശൂയിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ മുൻസിൽ കിതാബി ശരീഅൽ ഹിസാബി അല്ലാഹുമ്മ ഈസമു അല്ലാഹുമ്മ ഈസമൽ അസാബ അല്ലാഹുമ്മ സൽസിലഹും യാ റബ്ബൽ ആലമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأهلك كفرة والظالمين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. يا رسول الله قامت الصلاة قامت الصلاة. الله أكبر الله لا إله إلا الله. സഫുകളൊക്കെ ശരിയായി അല്ലാഹു അക്ബർ. الرحيم اهدنا الصراط المستقيم المغضوب عليهم آمين. سبح اسم ربك الأعلى. سنك فذكر سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله
അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹും യൗമൈദിൻ ഖാശിയ ആമിറത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്കാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ വജൂഹും യൗമൈദിൻ നാഇമത്തുൻ ലിസഇയാ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറുൻ മർഫൂഅത്തുൻ വഅക്വാബുൻ മൗദൂഅത്തുൻ വനമാരികു മസ്ഫൂഫത്തുൻ വദറാബിയ്യു മബ്സൂസ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹു അക്ബർ. സമി അല്ലാഹു ലിമൻ ഹമിദാ. അല്ലാഹ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. إنك حميد مجيد. لا إله إلا أنت അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം പടച്ചവനെ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له في السماوات وما في الأرض من ذا الذي يشفع عنده ولا يحيط بشيء لكن لا يكتب سواء
الله لا إله إلا هو الحي القيوم لا അടച്ചവനെ റബ്ബേ നമസ്കാരത്തിൽ അടച്ച റബ്ബേ ജുമാനെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച പരാജയപ്പെടുത്തണേ പടച്ചവനെ ജിന്നെ മനസ്സിലാക്കിയത് اللهم صل على محمد وعلى آله وسلم. إياك نعبد وإياك نستعين الصراط المستقيم غير المغضوب عليهم ولا الضالين الله أحد الله الصمد لم يلد الله أكبر سمع الله أكبر يسمع بسم الله الرحمن الرحيم الرحمن الرحيم الله أكبر سمع الله الله السلام عليك أيها النبي وبركاته السلام عليك صل على محمد وعلى آله وصحبه
നാട്ടിലെ ഫോണ്